പി വി അൻവർ വെറുതെ ഉണ്ടയില്ല വെടിവെച്ച് പോകുന്നതാണ് എന്നുള്ള നിലപാട് താങ്കൾക്കുണ്ടോ? അങ്ങനെയുണ്ടോ? ഇപ്പോൾ അൻവർ ഇനി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുകയാണോ എന്നുള്ള ചോദ്യമൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. പക്ഷെ അത് അപ്രസക്തമായ ചോദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അൻവർ തന്നെ ഉടൻ തന്നെ അദ്ദേഹം ഏത് പ്രസ്ഥാനത്തോടൊപ്പമാണ് അദ്ദേഹം എന്നുള്ള കാര്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ, ഇപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ ആരോപണം എന്ന് പറയാമായിരുന്നു. ഇത് പക്ഷേ അൻവർ കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെ വെളിപ്പെടുത്തുകയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല എന്നുള്ള നിലപാട് താങ്കൾക്കുണ്ടോ? മഞ്ജുഷ, ഇതിനകത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത സംഭവങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇടതുപക്ഷം എപ്പോഴും ഞങ്ങളെ ഐക്യജനാധിപത്യ മുന്നണിയെ പറയാറുള്ളത് ഒരു വലതുപക്ഷ പാർട്ടി എന്നാണ്. ഈ വലതുപക്ഷ പാർട്ടി എന്ന് പറയുമ്പോൾ അവർ അർത്ഥമാക്കുന്ന അവരുടെ ആരോപണങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായ അച്ചടക്കമുണ്ടാകില്ല. അവർ ഞങ്ങളൊരു കേഡർ സംവിധാനത്തിൻ്റെ പാർട്ടിയാണ്, അച്ചടക്കത്തിൻ്റെ ഇരുമ്പുമറയിലാണ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങളാണ് എല്ലാ കാലത്തും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന CPIM പാർട്ടിക്കുമൊക്കെ ഉള്ളത്. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതു ഭരണത്തിൻ്റെ കൂട്ടത്തിൽ ഒരു പക്ഷേ സ്റ്റാലിൻ സ്റ്റൈലിൻ്റെ എല്ലാ രീതികളും സ്വയം ആവാഹിച്ച ഒരു പവർഫുൾ ബിൽട്ടപ്പ് എന്ന് PR ക്യാമ്പയിനിലൂടെ ഒക്കെ വളർത്തിയെടുത്ത, അത് PR മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ കേരളത്തിലുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ അങ്ങനെയായിരുന്നു. ഗളച്ഛേദം ചെയ്യാന്നൊക്കെ പറയില്ല, തല അരിഞ്ഞു മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ VS അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകളോട് ശ്രീ പിണറായി വിജയൻ എടുത്ത നിലപാട് നമുക്കറിയാം. അങ്ങനെ ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറാണ്, അങ്ങനെ ഒരു ഇമേജാണ് ശ്രീ പിണറായി വിജയന് രാഷ്ട്രീയ കേരളം കൽപ്പിക്കുന്നത്. ഇപ്പോൾ ഈ നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ ഒറ്റ വരിയിൽ പറഞ്ഞാൽ ഇത് മിസ്മാനേജ്മെൻ്റാണ്, ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ്. ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു മന്ത്രിയല്ല, ചീഫ് മിനിസ്റ്റർ തന്നെയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്തത്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ 2 തവണകളായി 2 ടേമുകളിലായി വിവാദത്തിൻ്റെ ചുഴിയിലാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും നമ്മൾ കേട്ടത് ശുഭകരമായ വാർത്തകളായിരുന്നില്ല എന്നതാണ്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, അൻവർ ഇങ്ങനെ ഒരു പ്രശ്നം പറയേണ്ടത് ആ പാർട്ടി വേദികളിലാണല്ലോ. അൻവറിനെ പോലുള്ള ആളുകൾക്ക് പാർട്ടി യോഗങ്ങളിലേക്ക് പ്രവേശനമുണ്ടാകില്ല. നമുക്കറിയാം, അൻവറും നമ്മളെ ജലീൽ സാറും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് അത് വേറൊരു രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ഭരണത്തിന്റെ തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ട് പ്രവേശനമുണ്ടല്ലോ. ഇപ്പോൾ അൻവർ മുഖ്യമന്ത്രിയെ പോയി കാണുമെന്നാണ് പറയുന്നത്. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായി, മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി, പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ സംഭവങ്ങളൊക്കെ കടന്നു വരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വലതുപക്ഷ പാർട്ടികളിൽ പോലും കാണാത്ത തലത്തിലുള്ള പ്രവണതകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്റെ ടീം ലീഡറോട് പറഞ്ഞ് ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി ഇതിനെ നിയന്ത്രിക്കണം എന്ന് പറയേണ്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് അൻവർ ചെയ്തോ? അങ്ങനെ ചെയ്തിട്ട് ഒരു പക്ഷേ മുഖ്യമന്ത്രി അത് ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അൻവറിനോട് പറഞ്ഞിട്ടുണ്ടാകാം, ഐ ആം അബ്സല്യൂട്ട്ലി ഹെൽപ്ലെസ്, അൻവറെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കേരളത്തിന്റെ പോലീസ് എന്നെ അനങ്ങാൻ വിടുന്നില്ല, അതുകൊണ്ട് നീ പുറത്തുപോയി പൊട്ടിച്ചോ എന്ന് മുഖ്യമന്ത്രി കൊടുത്ത കൊട്ടേഷന്റെ ഭാഗമായിട്ടാണോ അൻവർ ഇത് പറയുന്നത്? ഏത് വിധേനയാണെങ്കിലും പൊതുജനത്തിന് എത്താൻ പറ്റുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് പോലീസിനെ ഭരിക്കാൻ, കേരളത്തിന്റെ ഭരണം കൈയാളാൻ സാധ്യമല്ല എന്ന് ഒരു ഭരണകൂടം സ്വയം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വിളിച്ചു പറയുന്നത് അൻവറിന്റെ ഓരോ പത്രസമ്മേളനങ്ങളും അതാണ്. നാട്ടുകാർക്ക് തിരിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ആരാണ് ഇതിന്റെ കൈകാര്യം ചെയ്യേണ്ടത്? ആരാണ് ഇവരെ നിലക്ക് നിർത്തേണ്ടത്? ഈ പോലീസിനെ. അൻവർ പറഞ്ഞ ആരോപണങ്ങൾ എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളിൽ കൊലപാതകമുണ്ട്, ആ ആരോപണങ്ങളിൽ സ്വർണ്ണക്കടത്തുണ്ട്, ആ ആരോപണങ്ങളിൽ കയ്യേറ്റമുണ്ട്, ആ ആരോപണങ്ങളിൽ പല അർത്ഥത്തിലും BJPയുടെ കൊട്ടേഷനുണ്ട്, RSSന്റെ സ്ക്രിപ്റ്റ് നടപ്പിലാക്കി കൊടുക്കുന്ന പരിപാടികളുണ്ട്. ഈ തൃശൂർ പൂരം അടക്കമുള്ള കാര്യങ്ങൾ RSSന്റെ കൊട്ടേഷൻ നടപ്പിലാക്കിയെന്നാണ്. അങ്ങനെ RSSന്റെയും BJPയുടെയും കൊട്ടേഷൻ നടപ്പിലാക്കുന്ന സമയത്ത് RSSനെയും BJPയെയും തടുക്കാനും പ്രതിരോധിക്കാനും ഞങ്ങളാണ് മിടുക്കന്മാർ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി CPM അവർ ഭരിക്കുന്ന സോളാർ കേസിന്റെ കാര്യം വരുമ്പോൾ അതിൽ പ്രതിപക്ഷത്തെ സഹായിക്കുവാനും ശ്രമിച്ചു എന്നുണ്ട്. അവിടെയും MR അജിത് കുമാറിന്റെ ഉണ്ട്.
മുഖ്യമന്ത്രിയെ കാണുവാൻ അനുവദിച്ചില്ല എന്നുള്ളത് ആ പരാതിക്കാരി തന്നെ പറയുന്നു. അതല്ല, അൻവറും അത് തന്നെ പറയുകയാണ്. അതാണല്ലോ ഇന്ന് അൻവറിന്റെ പുതിയ വെളിപ്പെടുത്തൽ. സോളാർ കേസിനെ കുറിച്ചായിരുന്നു. അവിടെ രക്ഷപ്പെടുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷമാണല്ലോ. KC-യുടെ ഒക്കെ പേരും പറയുന്നുണ്ടായിരുന്നു. അല്ല, ആഭ്യന്തരത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ ഇതൊക്കെ ഇത് നിങ്ങളുടെ ഈ ചർച്ചയുടെ തലവാചകം തന്നെ സൂപ്പർ ചീഫ് മിനിസ്റ്റർ ആണോ പി ശശി എന്നതാണ്. അപ്പോൾ അവരല്ലേ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത്. മാത്രമല്ല, ഞാൻ ഇതിൽ കണ്ട ഏറ്റവും ഒരു രസകരമായ, ഒരു കൗതുകകരമായ, ദുഃഖകരം അല്ലെങ്കിൽ ദുരന്തം എന്നൊക്കെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത് എനിക്കറിയില്ല, കണ്ട ഒരു സീന്, ഈ SP-യുടെ ഓഫീസിലേക്ക് പോകുന്ന അൻവറിനെ പോലീസ് കോൺസ്റ്റബിൾ വന്നിട്ട് തടുക്കുകയാണ്. എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേൾക്കാത്ത കഥകളാണ് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ സൂപ്പർ പവറുള്ള, ഏറ്റവും ബോൾഡായിട്ടുള്ള, ഏറ്റവും ശക്തനായിട്ടുള്ള മുഖ്യമന്ത്രി നിസ്സഹായനായി നോക്കി നിൽക്കുന്ന രംഗമാണ് മലയാളി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പതനത്തിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ സന്നാഹങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം, അതിന്റെ ജീർണത നമ്മൾ കാണുന്നു എന്നതുകൂടി നമ്മൾ ഇത് മനസ്സിലാക്കണം. അത് അവരുടെ പാർട്ടിയുടെ ഇന്റേണൽ കാര്യങ്ങളാണ്. BJP-യുടെ പ്രകാശ് ജാവദേക്കറുമായി ഇനി അത് കുറച്ച് വിലയിരുത്തലുകളും അതിന്റെ മറ്റു വെളിപ്പെടുത്തലുകളും കൂടി വരേണ്ടതുണ്ടല്ലോ. ഇത് ആ രീതിയിലും സംശയിക്കാം. ഇനി മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു നീക്കമാണോ, അതിന് അൻവർ ഈ മറുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കുകയാണോ, ഇതെല്ലാം ഇനി വെളിപ്പെട്ട് വരുന്ന കാര്യമാണ്. അത് പിന്നെ മറ്റൊരു കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അൻവർ വന്നിങ്ങനെ മാധ്യമങ്ങളെ കാണുന്നു, അതുമുണ്ട്. അതെല്ലാം ഈ പാർട്ടിയിലെ ഉടലെടുത്ത് വരുന്ന പുതിയ സമവാക്യങ്ങൾക്ക് അനുസരിച്ചാണോ എന്നുള്ളതാണ്. പക്ഷെ അത് ഇനി വരും ദിവസങ്ങളിലേ അത് വ്യക്തമാവുകയുള്ളൂ. സന്ദീപ്